പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 മേടമാസം 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. അതായത് 2026 ഏപ്രിൽ മാസം 27-ാം തീയതി മുതൽ മെയ് മാസം 3-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നാം ചർച്ച ചെയ്യുമ്പോൾ പൂരം നക്ഷത്രത്തിലാണ് 27-ാം തീയതി ചന്ദ്രൻ്റെ സ്ഥാനം ചിങ്ങൻ രാശിയിൽ. മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നു, ഇടവത്തിൽ ശുക്രൻ, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ചന്ദ്രനോടുകൂടെ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ചൊവ്വ, ബുധൻ, ശനി. ഇവിടെ മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഈ വാരത്തിൽ പ്രത്യേകിച്ച് ശുക്രന് സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ചാരപശാലുള്ള മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് സൂര്യൻ ഇപ്പോഴും അത്യുച്ഛം വിട്ടു നിൽക്കുന്നു. പ്രതിതശ്ചതുരഃ അടനഃ അല്പവിത്തഃ ക്രിയേതു ആയുധഭൃത് വിതുംഗഭാവേ. മേടത്തിൽ ഉച്ച ക്ഷേത്രം മേടം 10 വരെയുള്ള സമയത്ത് സൂര്യൻ പ്രതിതഃ ചതുരഃ പ്രശസ്തനും സമർത്ഥനുമാകുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ സൂര്യൻ്റെ ആ പ്രഭാവം അത്ര കണ്ട് ആചാര്യൻ വിശദീകരിച്ചിട്ടില്ല. വിതുംഗഭാവേ, ഉച്ചം ഭാവം കഴിഞ്ഞുള്ള സമയത്ത് മേടത്തിൽ നിൽക്കുന്ന സൂര്യൻ അടനഹ അല്പവിത്തഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സഞ്ചരിക്കുക, അല്പവിത്തഹ, ധനപരമായ വിഷയത്തിൽ പൂർണ്ണത ലഭിക്കാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ബുധൻ നീചസ്ഥനാണ്. ഇന്നത്തെ ഈ രാശിപ്രകാരം ബുധൻ മീനത്തിൽ തന്നെ നിൽക്കുന്നു. ഏതായാലും ഓരോ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, ശ്രദ്ധിക്കുക. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മകര രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ൽ രാഹു, 3-ാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, ശനി, 4-ാം ഭാവത്തിൽ സൂര്യൻ, 5-ാം ഭാവത്തിൽ ശുക്രൻ, 6-ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ ചന്ദ്രൻ, കേതു. ഇവിടെ പ്രത്യേകിച്ച് ഭാര്യ രോഗം കാരണം ബുദ്ധിമുട്ടുന്ന സമയമാണ്. അമ്മയ്ക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ഇവിടെ ലിവർ പേഷ്യൻസൊക്കെ ഏറ്റവും ശ്രദ്ധിക്കുന്ന വാരമാണ്. മഞ്ഞപ്പിത്തം വരുന്നവർ വളരെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് മഞ്ഞപ്പിത്തം ശരീരത്തിന് മുഴുവനും ബാധിക്കുന്ന സമയമാണ്. കാരണം ചന്ദ്രൻ കേതുവോടുകൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. സന്താനങ്ങൾക്ക് വളരെ നല്ലതാണ്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ യാത്ര, ഇതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കൊക്കെ പരിശ്രമം നടത്തുക. ജൂൺ മാസം മുതൽ മകരൻ രാശിക്കാർക്ക് 7-ൽ വ്യാഴം വരും. ഇപ്പോഴേ ഉത്സാഹിച്ചാൽ ധനപരമായ വിഷയങ്ങൾക്കൊക്കെ തന്നെ അതിൻ്റേതായ ശ്രേയസ് വരും. രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കുക. 2 വീലറായാലും 4 വീലറായാലും വാഹനാപകടം എന്തു വന്നാലും മുന്നിലുണ്ടാകും. തൻ്റെ ശോഭ കാരണം ബന്ധുക്കളും ജനങ്ങളോടും തന്നോട് കലഹിക്കും. തൻ്റെ പേഴ്സണാലിറ്റിയെ വലുതാക്കി കാണിക്കേണ്ട ആവശ്യമില്ല. അനാവശ്യമായ ജാടകൾ ഒക്കെ പുലർത്തിയാൽ പലപ്പോഴും ശത്രുക്കൾ ധാരാളം വരും. തനിക്കും അനാവശ്യമായ വാശി കൂടുതൽ വരും. കാരണം 3-ാം ഭാവത്തിൽ ചൊവ്വയാണ്. അപ്പോൾ വാശി വരുന്ന സമയമാണ്. സഹോദരങ്ങൾക്ക് ഈ വാരം വളരെ ദോഷമാണ്. അത് മൂത്ത സഹോദരങ്ങളായാലും ഇളയ സഹോദരങ്ങളായാലും അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന വാരമാണ്. സഹോദര ഗുണം വളരെ കുറയുകയും ചെയ്യും. കാരണം സഹോദരപതിയായ വ്യാഴം 6-ാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു. അതിനാൽ സഹോദര വിഷയത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നോക്കണം. അമ്മയുടെ ആരോഗ്യമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. മാതാവിന് രോഗാദി അരിഷ്ടതകൾ വരും. രുചാർത്ഥോ ജനന്യാഹ രുച സംഭവീഹു. തനിക്കും രോഗാദി അരിഷ്ടതകൾ, കഫജന്യമായ ബുദ്ധിമുട്ടുകളൊക്കെ വരും. കൈകൾക്കുണ്ടാകുന്ന പരിക്ക് ശ്രദ്ധിക്കുക. അനാവശ്യമായി കത്തി കൊണ്ടുള്ള പ്രയോഗങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. തനിക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും എടുത്ത് കൊത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്താൽ മഴ കൊണ്ടുണ്ടാവുന്ന പെട്ടെന്ന് പാദങ്ങൾക്കും കൈകൾക്കും അപകടങ്ങൾ വന്ന് ബുദ്ധിമുട്ടുകൾ വരും. ജാഗ്രത പാലിക്കുക. നന്ദി, നമസ്തേ.